പ്രണയം മധുരം പ്രണയം മധുരം മരിക്കാത്ത പ്രണയം ആർദ്രമിയോർമതൻ പടവിൽ ഞാനിരിപ്പോ മരിക്കാത്ത പ്രണയത്തിൻ മൂകബിംബം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വീശിയാലോ ഉലയും ഒരോളം പോൽ ഞാനിരിപ്പൂ. പ്രണയം മധുരം രാവുറങ്ങി നീയുറങ്ങി നീർമിഴി തോർന്നീല. നമസ്കാരം. മരിക്കാത്ത പ്രണയത്തിൻ്റെ ഈ ആഴ്ചയിലെ അധ്യായത്തിൽ ഇന്ന് അതിഥിയായിരിക്കുന്നത് പ്രശസ്ത സംവിധായകൻ ശ്രീ പവിത്രൻ, അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി പ്രശസ്തയായ ശ്രീമതി പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറാണ്. നമസ്തേ ടീച്ചർ. നമ്മുടെ വിഷയം മരിക്കാത്ത പ്രണയം. ഞാൻ ടീച്ചറിനെ എപ്പോഴും വിളിക്കുമ്പോഴും അതിൽ തന്നെ തുടങ്ങാം. ഫോണിലൊക്കെ കേൾക്കുന്നൊരു വിരഹത്തിൻ്റെ ഒരു പാട്ടാണ്. എവിടെയോ പോയി മറഞ്ഞു എന്ന് തുടങ്ങുന്നവരാണ്. ശരിക്കും ഉണ്ടാവുമല്ലോ ആ പ്രണയത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടതിന് വിരഹം. ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ജീവിതത്തിലേക്ക് പ്രണയത്തിലേക്ക് ആദ്യം കടന്നു വന്നത്? എങ്ങനെയാണ്? കലാമണ്ഡലം കോഴ്സ് കഴിഞ്ഞിട്ട് നല്ലൊരു നർത്തകിയാവണം എന്നുള്ളൊരു ആഗ്രഹപ്രകാരം കൂടുതൽ പഠിക്കാനായിട്ട് ചെന്നൈയിലേക്ക് പോയി. അങ്ങനെ കുറച്ച് കൊല്ലം അങ്ങനെ എല്ലാ കൊല്ലവും പോയി വന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പഠിക്കാനായിട്ടും താമസിച്ചിരുന്നത് ഭരതേട്ടൻ്റെ ലളിത ചേച്ചിയുടെ വീട്ടിലായിരുന്നു. അന്ന് ആദ്യം പോകുന്ന സമയത്ത് ലളിത ചേച്ചി മാരി ചെയ്തിട്ടില്ല കേട്ടോ. അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. പിന്നെ ഭരതേട്ടനെ മാരി ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ അവിടെ ഒരിക്കൽ മദ്രാസിൽ പോയപ്പോൾ അവരുടെ വീട്ടിൽ പോയി. അപ്പോൾ തകരയുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഭരതേട്ടൻ വന്നപ്പോൾ കൂടെ പവിത്രൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. തൃശ്ശൂർക്കാരനാണെങ്കിലും യാതൊരുവിധ പരിചയമില്ല എനിക്ക്. അപ്പോൾ അങ്ങനെ പരിചയപ്പെടുത്തി തന്നു. നിങ്ങളുടെ നാട്ടുകാരാണ്, ഓക്കെ, കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ പ്രോഗ്രാമിന് മുമ്പ് ഇടയ്ക്ക് അങ്ങനെ എന്തോ 3-4 പ്രാവശ്യമായിട്ട് ഭരതേട്ടൻ്റെ വീട്ടിൽ തന്നെ വെച്ച് കാണാൻ പറ്റിയിട്ടുണ്ട്. അത് ഒരു പ്രണയത്തിൽ കലാശിക്കുന്നു വിചാരിച്ചില്ല. ഭരതേട്ടൻ പറഞ്ഞു, നിങ്ങളുടെ അസ്മാതി തന്നെയാണ് വേണേ കല്യാണം. അപ്പോൾ അവനെ സിനിമാക്കാരനെ കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഒന്നാമത് താടി മുടി എൻ്റെ മനസ്സിലങ്ങനെ ഒരു ഇമാജിൻ ഇല്ല. പിന്നെ കല്യാണം കഴിക്കണ്ടെന്ന് വെച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും താടി മുടിയും വെട്ടാന്നൊക്കെ പറഞ്ഞു. എങ്ങനെയോ 80-ൽ ഞങ്ങൾ മാരി ചെയ്തു. അവസാനം ഞങ്ങൾ കല്യാണം കഴിച്ചു. അച്ഛനും അമ്മയൊക്കെ വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും അച്ഛൻ പറഞ്ഞു ജാതകം നോക്കി ശരിയായാൽ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ജാതകം ശരിയല്ലെങ്കിൽ പ്രണയിച്ചത് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിൽ വരാവുന്ന എന്താ അപാകതകളാണെങ്കിലും ഞാനങ്ങ് സഹിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ വിവാഹ ജീവിതത്തിൽ കടന്നത്. എല്ലാം വെല്ലുവിളിയായിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കലയായാലും ജീവിതമായാലും നേരിട്ട് പോയിരിക്കുന്നത്, അതിലേക്ക് സഞ്ചരിച്ചിരിക്കുന്നത്. അങ്ങനെ 80-ൽ വിവാഹം കഴിഞ്ഞു. 81-ൽ ഇവ ജനിച്ചു. അങ്ങനെ ഞങ്ങളുടെ ആ പ്രണയം സാഫല്യമായി എന്നുള്ളതാണ് പറയുന്നത്. പ്രണയസുരഭില നിമിഷങ്ങൾ, ജീവിതത്തിലെ മധുര ഓർമ്മകളുടെ പൂക്കാലം. നൃത്തം മനോഹരം, പ്രണയം അതിലും മധുരം. അപ്പോൾ ജീവിതത്തിലെ പ്രണയത്തിൽ എങ്ങനെയായിരുന്നു അദ്ദേഹമായിട്ടുള്ള ഒരു ജീവിതത്തിൽ? പ്രണയിക്കുമ്പോൾ ഉള്ളതും ജീവിതവും രണ്ട്. പ്രണയിച്ച ആളെ നമുക്ക് സ്വീകരിക്കാൻ പറ്റി എന്ന് പറയുമ്പോൾ ഒരു ഭാര്യ ഭർത്താവ് എന്നുള്ള, മറ്റേത് ആ പ്രണയിക്കുമ്പോൾ ആളായിട്ട് നമുക്ക് സംസാരിക്കണം, നമ്മളുടെ മനസ്സിലൊക്കെ തുറന്നു പറയണം, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സ്നേഹത്തിൻ്റെ വികാര വിചാരങ്ങൾ കൈമാറണം എന്നൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒരു അനുഭൂതി നമ്മൾ ഒത്തുചേരുന്നതിന് മുമ്പ് നമുക്ക് ഓരോ ദിവസവും
നമുക്കതിൻ്റെ അനുഭൂതികൾ ഉണ്ടാവാറുണ്ട്. ഓർമ്മകളിൽ പറഞ്ഞ കാര്യങ്ങളും തമാശകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അതാണ് നമ്മുടെ ബാക്കിയുള്ള ദിവസങ്ങളെ തള്ളി നീക്കി കൊണ്ടുപോകുന്നത്. അപ്പോൾ കല്യാണം കഴിക്കാൻ നമുക്ക് മാരേജ് ചെയ്ത് ഒന്നിച്ച് ജീവിതം ആരംഭിക്കാം എന്ന് പറയുന്ന അവസ്ഥ വരെ നമ്മളെ എല്ലാ കാര്യങ്ങളിലേക്കും നയിച്ചു കൊണ്ടുപോകുന്നത് ഈ പ്രണയമാണ്, അതിൻ്റെ ഓർമ്മകളാണ്. പ്രണയം ഭയങ്കര ഒരു മനോഹരമായ ഒരു എന്താ പറയുക ഒരു അനുഭൂതി തന്നെയാണ്. അത് ഞാൻ പൂർണ്ണമായിട്ട് അതിനോട് യോജിക്കുന്നു. നൃത്തത്തിൽ തന്നെ പല ഭാവങ്ങളുണ്ടല്ലോ, നമ്മൾ പറയുന്നുണ്ടല്ലോ, പ്രണയത്തിന് പല ഭാവങ്ങളുണ്ട്, ഭക്തിയൊക്കെ ഉണ്ട്. ടീച്ചറിന് ശരിക്കും അതിൽ ഞാൻ ചോദിക്കുന്ന ഇപ്പം എല്ലാ രസങ്ങളും അറിയാവുന്ന ഒരാളാണ് നൃത്തത്തിൻ്റെ. ഏത് തരത്തിലുള്ള ഒരു അതല്ല, മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ പൊതുവെ ശൃംഗാരം, കരുണം, ഭക്തിയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കണ്ടൻ്റായിരുന്നത്. ഇപ്പോൾ പലതരം ഭാവങ്ങളിലേക്കും നമ്മളുടെ മോഹിനിയാട്ടം കടന്നു ചെന്നുണ്ട്. പക്ഷേ ഈ ശൃംഗാരത്തിൻ്റെ സഞ്ചാരി എന്ന് പറയുമ്പോൾ പരിഭവം കലർന്ന ദേഷ്യം, സങ്കടം, ഇതൊക്കെ അതിനോടുകൂടി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ വരാവുന്ന ചില കാര്യങ്ങൾ ഈ പറഞ്ഞ ലെവലിലൊക്കെ പോയാലും അതെല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു ചിന്തയുടെ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിൽ അത് ആലോചിക്കാൻ പോലും മനോഹരമായ ഒരു മധുരമുള്ള ഒരു ഓർമ്മയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ സാധാരണ വ്യക്തികൾ തമ്മിൽ പ്രേമിക്കുമ്പോൾ തന്നെ ഒരാൾ കലാകാരൻ എന്ന് വെച്ചോളൂ, മറ്റാളല്ല സാധാരണ ഒരു വ്യക്തി, അല്ലെങ്കിൽ കലാകാരി മറ്റൊരാൾ സാധാരണ, അവരുടെ പ്രണയത്തിന് തീഷ്ണത ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു കലാകാരനും കലാകാരിയും അവിടെ ചേർന്നുള്ള ജീവിതം എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടുപേർക്കും ഭാവനകളും പ്രണയവും. അപ്പോൾ ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ പുറത്ത് നിങ്ങൾ രണ്ടുപേരും അതേപോലെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതെങ്ങനെയാണ് ശരിക്കും അതിൻ്റെ ഒരു മനോഹാരിത കൂടുന്നു എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. എനിക്കതല്ല, പവിത്രനെ പറ്റി അറിയാത്തവരാരുമില്ല. ഞാനൊരു ആവറേജ് സാധാരണ ഒരു ലേഡിയാണ്, കലാകാരി ആയിരിക്കാം, പേരുണ്ടായിരിക്കാം, അതൊക്കെ ആണെങ്കിലും പവിത്രനെ എല്ലാവരും പറയുന്നത് ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള ഒരാളാണ്. എല്ലാവരും എന്നോട് പറഞ്ഞു എങ്ങനെ പവിത്രനെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെന്ന്. ഒരു സ്ത്രീക്ക് ഞാൻ പറയുകയാണെങ്കിൽ പവിത്രനെ ശരിക്കും മനസ്സിലാക്കാൻ എനിക്ക് 1 കൊല്ലം വേണ്ടി വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായേണ്ട ഒരു സാധാരണ ഒരു ഭർത്താവിനെ പോലെ ഉള്ള ഒരു ക്യാരക്ടറുള്ള ഒരാളല്ല. എല്ലാം സീരിയസ് ആയിട്ട് സംസാരിക്കൂ. അങ്ങനെ ഒരു പ്രണയിക്കുന്ന സമയത്തുണ്ടായിരുന്ന പോലെയും കൂടെ ഒരു ശൃംഗാരഭാവം സാധാരണ നമ്മൾ കല്യാണം കഴിച്ച ജീവിതത്തിൽ വരാൻ സാധ്യത. അതങ്ങോട്ട് എടുക്കൂ ഇതങ്ങോട്ട് എടുക്കൂ എന്ന് പറയുകയാണെങ്കിൽ പോലും അതാരോ ഗൗരവത്തോടു കൂടിയിട്ട് ഞാനൊരു വീട്ടിലെ കാർന്നവരാണ് എന്നുള്ള നിലയിലുള്ള ഒരു സംസാര രീതികളാണ്. ജീനിയസ് ആണെന്ന് വെച്ചാലും ചില കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആദ്യഘട്ടങ്ങളിലൊക്കെ. പിന്നീട് ചിലത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയും അതിൻ്റേതായ മറുപടികൾ കൊടുക്കുമ്പോഴേ എൻ്റെ കൂടെ ജീവിച്ചതിന് നിനക്ക് കുറച്ച് ബുദ്ധി കൂടിയിട്ടുണ്ട്, അത്തരം തമാശകൾ. ആ നർമ്മ എന്ന് പറയുമ്പോൾ അതും സീരിയസ് ആയിട്ടാണ് പറയുന്നത്. അപ്പം നമ്മളൊക്കെ അറിയാതെ ചിരിച്ചു പോകും. പുള്ളി നിനക്കിപ്പോൾ എൻ്റെ കൂടെ ജീവിച്ചതുകൊണ്ട് ഭയങ്കര കുറച്ച് ബുദ്ധിയൊക്കെ വെച്ചു എന്ന് എനിക്ക് തോന്നണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഉറക്കനെ ചിരിച്ചു പോകും, അദ്ദേഹം ചിരിക്കില്ല. അപ്പം അങ്ങനെ ഒരു നർമ്മം കലർന്ന ഒരു ജീവിത ശൈലി ചില ദിവസങ്ങളിലൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ വളരെ നിസ്സാര കാര്യത്തിനായിരിക്കും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ. പക്ഷെ നമ്മൾ വിചാരിക്കും ഇവിടെ പവിത്രൻ ഇപ്പം ചീത്ത പറയുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ചീത്ത പറയില്ല. ചീത്ത പറയാൻ വിചാരിക്കാത്ത വേണ്ട എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും ചിലപ്പോൾ ചീത്ത പറയാം. പക്ഷേ അതൊക്കെ നമ്മുടെ ജീവിതത്തിലൊരു ആവശ്യമായ ഘടകങ്ങളാണ്. എന്നും സന്തോഷമായിട്ടല്ല പോവുക. ഇഷ്ടപ്പെടാത്ത അന്യോന്യം കൈമാറുക, അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെ തെറ്റാണെങ്കിൽ ഞാൻ സ്വയം മനസ്സിലാക്കുക, അദ്ദേഹത്തിൻ്റെ ആണെങ്കിൽ മനസ്സിലാക്കിയാലും ഒത്തിരി വാശിയുള്ള ഒരാളാണ്. എന്നിരുന്നാലും അതൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചു പോകുമ്പോഴാണ് അതിൻ്റെ അവസാന ഭാഗം വരുന്നത് ഈ പ്രണയത്തിൻ്റെ ഒരു എല്ലാത്തിൻ്റെയും കൂടിയ ഒരു സമാഹാരത്തിൻ്റെ എൻഡ് എന്ന് പറയുന്ന ഒരു പ്രണയമാണ്. രാവുറങ്ങി നീയുറങ്ങി നീർമിഴി തോർന്നീല ടീച്ചറെ ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു കലാകാരനുള്ള ജീവിതം, സാധാരണ കലാകാരിക്ക് ജീവിതത്തിലേക്ക് വന്നാൽ പിന്നെ കല നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ള സമൂഹത്തിൽ എല്ലാവരും നല്ല ഭൂരിഭാഗവും. ഇവിടെ നിങ്ങൾ രണ്ടുപേരും കലാകാരൻ. അപ്പോൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിലും അതുപോലെ സ്വന്തം ഇങ്ങനെ അന്യോന്യം എങ്ങനെ നിങ്ങൾ സഹായകരമായിരുന്നു?
പവിത്രൻ എനിക്ക് വളരെ സപ്പോർട്ടീവായിരുന്നു. ഒരു കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഉത്സവ പറമ്പുകളിൽ കളിക്കുന്ന നിർത്തിയിട്ട് നല്ല ഫൈൻ ആർട്സ് അങ്ങനെ സഭകളിലുള്ള നല്ല പ്രോഗ്രാംസും മാത്രം ചെയ്തോളൂ. അപ്പോൾ അതിനാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ക്ലാസിക്കൽ കലകൾക്ക് ശരിക്കും അതിൻ്റേതായ ഒരു റിസൾട്ട് കിട്ടും. ഉത്സവവേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഓഡിയൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ക്ലാസിക്കൽ എത്ര ആസ്വാദനശേഷി ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ ക്ലാസ് എടുത്തിരുന്നു, പ്രോഗ്രാംസിന് പോയിക്കൊണ്ടിരുന്നിരുന്നു. അതേപോലെ കുടുംബത്തിലും ഞാൻ കുടുംബം നോക്കിക്കൊണ്ട്, പവിത്രൻ്റെ നാട് കണ്ടാണശ്ശേരിയാണ്. അവിടെ ഞാനൊരു ശരിക്കും ഒരു ഗ്രാമീണ സ്ത്രീയെ പോലെ തന്നെയായിരുന്നു. കാരണം അങ്ങനെ പെട്ടെന്ന് ആരും എത്തിപ്പെടൂല. അപ്പോൾ അവിടെ ഞാനിങ്ങനെ ആദ്യം കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ തെങ്ങ് കറി തേങ്ങയൊക്കെ ഇടുമ്പോൾ 5 എണ്ണം വീതം കൂട്ടിയിട്ടാണ് 1, 2 എന്ന് എണ്ണ. അപ്പോൾ എനിക്കതറിയില്ല, ഞാൻ 1, 2 എന്ന് ഓരോന്നോരോന്നാന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു മണ്ടത്തരം പറഞ്ഞപ്പോൾ സിസ്റ്ററിൽ പറഞ്ഞു, ഇല്ല 5 എണ്ണം കൂടുമ്പോൾ 1, അപ്പോൾ എണ്ണാൻ എളുപ്പമായിരിക്കും. അങ്ങനെ അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി കണ്ട് മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ സാറ്റർഡേ സൺഡേ ഞാൻ ക്ലാസ് എടുക്കും. തൃശ്ശൂർ വന്നിട്ട് വീട്ടിൽ ക്ലാസ് എടുക്കുമായിരുന്നു. പിന്നെ 81-ൽ ഈവ ജനിച്ചു. അപ്പോഴും ഇതേപോലെ തന്നെ 1 ഇയർ ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെയും ക്ലാസ് എടുക്കും. പിന്നെ ഈവ ജനിച്ചതിന് ശേഷമാണ് ഏറ്റവും ആദ്യമായിട്ട് ഞാൻ 81-ൽ ഓട്ടം ഫെസ്റ്റിവൽ പാരീസിൽ പോയത്. അപ്പോൾ അതിനൊക്കെ പവിത്രൻ സമ്മതിച്ച കാരണമുണ്ട്. പവിത്രനെ ഞാനും കൂടെ പോയത്. പവിത്രൻ്റെ ചില നിങ്ങൾക്ക് പറയായിരിക്കും, പവിത്രൻ്റെ സീരിയസ് ആയിട്ടുള്ള ചില ഗൗരവമായിട്ടുള്ള അതെ ഭാര്യയുടെ പിന്നാലെ നടക്കാൻ എന്നെ കിട്ടൂല എന്ന്. അപ്പം ഞാൻ നിർബന്ധിച്ച് പാരീസിൽ വരണം എന്ന് പറഞ്ഞാൽ പിന്നെ ആൾ വന്നു. അങ്ങനെ 81-ൽ ഞങ്ങൾ പാരീസിൽ പോയി. 85-ൽ രണ്ടാമത്തെ മോള് ജനിച്ചതിന് ശേഷം 85-ൽ വീണ്ടും ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ പാരീസിൽ നടന്നപ്പോഴും അപ്പോഴും പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തന്നെ പോയതൊക്കെ. അവിടെ നിന്ന് ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകും, വേറെ സ്ഥലത്തേക്കൊക്കെ. അപ്പോൾ പവിത്രൻ എപ്പോഴും എനിക്ക് സപ്പോർട്ടീവായിരുന്നു. സപ്പോർട്ടീവായിരുന്നു എന്നുള്ളത് മാത്രമല്ല, എന്നും എന്നെ റേഡിയോ കേൾപ്പിക്കുന്ന സമയത്ത് നോർത്ത് ഇന്ത്യൻ സംഗീതം ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. അത് കാരണം കൊണ്ട് ഗസൽസൊക്കെ എന്നെ ഒരുപാട് കേൾപ്പിക്കും. അപ്പോൾ അതിൻ്റെ മീനിങ് ഒക്കെ പറഞ്ഞു തരുമ്പോൾ പറയും, നിങ്ങളുടെ മോഹിനിയാട്ടത്തിൽ ശൃംഗാരവും വിരഹവും ഒക്കെ ഉണ്ട്, ഇതിലും അതുണ്ട്. പക്ഷേ നിങ്ങളുടെ മോഹിനിയാട്ടത്തിൽ കൃഷ്ണൻ പത്മനാഭനൊക്കെയാണ് നായകൻ, പക്ഷേ ഇതിൽ നായകൻ വന്നിട്ട് സാധാരണ ഒരു മനുഷ്യനാണ്. നിനക്കൊന്ന് ഞാൻ പറഞ്ഞു, അയ്യോ അപ്പോൾ എനിക്ക് ഗസൽ കേട്ട് കേട്ട് എൻ്റെ മനസ്സിലിങ്ങനെ അതിങ്ങനെ പതിഞ്ഞ് കിടക്കണ കാരണം കൊണ്ട് എനിക്കത് ചെയ്യണമെന്ന് ഭയങ്കര മോഹം. നീ ചെയ്തു നോക്ക്, നല്ല റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഹരിഹരൻ പാടിയിട്ടുള്ള ജബ് രാത് കീ തൻഹായ്, അതെ അല്ല എനിക്ക് ആ വരി ഞാനത് പാടാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ജബ് രാത് കീ തൻഹായ് അത് ആ പാടിത്തന്ന ഫിലിപ്പ് ഇപ്പം ഇല്ല, അദ്ദേഹം വിട പറഞ്ഞു പോയി. അദ്ദേഹം വീട്ടിൽ വന്ന എല്ലാ പാട്ടുകളും റെക്കോർഡ് ചെയ്ത് തന്നു പോയി. അപ്പോൾ പവിത്രൻ അത് കേട്ടിട്ട് ഇത് ജബുരാത്തേക്ക് ചെയ്തു നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന എപ്പോഴാണ് പവിത്രൻ മരിച്ച എത്രയോ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഈ രാത്രിയിൽ ഞാൻ തനിച്ച് എന്നുള്ള ആ ഒരു, അപ്പോൾ നമുക്കത് കൂടുതൽ എഫക്റ്റീവായി. കുട്ടികൾക്കൊരു വർക്ക്ഷോപ്പ് നടത്തുന്ന സമയത്താണ് ഞാൻ പവിത്രന് വേണ്ടിയിട്ടാണ് അത് ചെയ്യണതെന്ന് പറഞ്ഞിട്ടാണ് അന്ന് ചെയ്തത്. ടീച്ചർ, ഒരു നമ്മളെല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ്, ഞാൻ ടീച്ചറോട് ആവർത്തിക്കുന്നു. പ്രണയം, ഒരാളെ എങ്ങനെ പ്രണയിക്കണം? ഇപ്പോൾ നമ്മൾ ന്യൂനതകളെല്ലാം അറിഞ്ഞുകൊണ്ടാണെന്ന്. ഇപ്പോൾ സമൂഹത്തിൽ അറിഞ്ഞുകൂടാത്ത 2 വ്യക്തികളെ കൊണ്ടുവന്ന് അച്ഛനമ്മ തീരുമാനിച്ചു, സാമ്പത്തിക സ്ഥിതി നോക്കി, ജാതി നോക്കി, പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് കൊണ്ടുവന്ന് ഒരു വീട്ടിനകത്താക്കി ഇന്നു മുതൽ ജീവിച്ചോളൂ. അത് തെറ്റെന്നല്ല പറഞ്ഞത്, 2ലുണ്ട് കുഴപ്പം. പക്ഷെ ഒരാളെ തിരിച്ചറിയാതെ മനസ്സിലാക്കാതെ എങ്ങനെയാണ് ജീവിതത്തിലേക്ക്, അത് മറ്റുള്ള കാര്യം പോലെയല്ല, എങ്ങനെ ഒരാളെ എങ്ങനെ പ്രണയിക്കണമെന്നാണ് പറയണത്? അല്ല, അങ്ങനെ നമുക്കൊരു തീരുമാനം എടുത്ത് പ്രണയിക്കാൻ പറ്റില്ല, ഒരു സാഹചര്യമാണ്. ഇപ്പോൾ പല വ്യക്തികളും നമ്മളുടെ ജീവിതത്തിൽ കൂടെ നമ്മൾ പല പരിപാടികൾക്ക് മുമ്പ് പലവരെയും കാണുന്നുണ്ട്, പല ടൈപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾക്കൊരു ജീവിതം വരുന്ന, അല്ലെങ്കിൽ നമുക്കൊരു സന്ദർഭം, ജീവിക്കാനുള്ളൊരു സന്ദർഭം, ഒരു വ്യക്തി നമുക്ക് കൂടെ വരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ പെട്ടെന്ന് സഡൻലി ഒരാളെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നത്. അല്ല, എനിക്കുള്ള അവസരം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാതെ കണ്ടിട്ടുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാരി ചെയ്യാൻ എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിക്ക്
ആ ജീവിതത്തിൻ്റെ അതുവരെയും ഉണ്ടായി കഴിഞ്ഞു പോന്നിട്ടുള്ള നൃത്ത പ്രോഗ്രാമുകളിലെ പേരുകളിലൊക്കെ ഉയർന്നു വന്ന ഒരു വ്യക്തിക്ക് സഡനായിട്ടൊരു ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പവിത്രനെ പരിചയപ്പെട്ടതിന് ശേഷമാണ്. അതൊക്കെ ഒരു 26 കൊല്ലം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആ 26 കൊല്ലം മുമ്പ് എനിക്ക് പവിത്രനെ സഡനായിട്ടൊരു ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ വെച്ച് കാണാൻ അവസരം ഉണ്ടായപ്പോഴും പോലും ഞാൻ അതിനെ നിഷേധിച്ചു. ഒരു 5-6 നിഷേധനം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അതായിരിക്കും ഒരു പക്ഷെ നമ്മളുടെ ഒരു വിധി ഇതായിരിക്കും. അല്ല അതങ്ങനെ അത് അദ്ദേഹത്തിനെ നമ്മൾ അറിയാതെ പോലും ഇഷ്ടപ്പെട്ടു പോയി. അത് 2-3 പ്രാവശ്യം കാണുക അല്ലെങ്കിൽ 5-6 പ്രാവശ്യം കാണുമ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഇഷ്ടപ്പെട്ടു പോവുക. പക്ഷെ അദ്ദേഹത്തോടു കൂടി നമ്മൾ വെറുതെ ചുറ്റിക്കറങ്ങുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന സന്ദർഭങ്ങളും സന്തോഷങ്ങളൊക്കെ കുറയും. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു, സംസാരിച്ചു, ഇന്നമാരി ലൈഫിലാവാം എന്ന് പറഞ്ഞു. ഒരു 6 മാസത്തിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ 6 മാസത്തെ പരിചയം മാത്രമേ ഉണ്ടായുള്ളൂ നമ്മൾ ഒരു വിവാഹത്തിലേക്ക് കടന്നത്. ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആയാൽ പോലും സക്സസ് ആവാറില്ല. ഇതിൻ്റെ എല്ലാം എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛനമ്മമാരുടെ ഭയഭക്തിയോടുകൂടി പറഞ്ഞത് ഒരാളായിട്ട് അനാവശ്യമായിട്ട് സംസാരിക്കരുത്, അങ്ങനെയൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുള്ള ആ ഭക്തിയോട് കൂടിയുള്ള ഒരു ജീവിത രീതി ചില ഫാമിലികളിൽ അത് ഇപ്പോഴും നടന്നു പോകുന്നുണ്ട്. അപ്പം നമ്മൾ പരിശീലിച്ച ജീവിത രീതികളുമായി ബന്ധപ്പെട്ട് നമ്മളൊരാളോട് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചട്ടക്കൂടിലുള്ള ഒരു ചിന്താഗതികളും ആലോചിച്ച് പ്രവർത്തിക്കുക, സംസാരിക്കുക എന്നുള്ള ഒരു രീതി നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അത് കാരണം കൊണ്ട് നമ്മളൊരു ലംഘനം ഉണ്ടാവില്ല. ഒരു ഇടപഴകുമ്പോൾ ഒക്കെ ഒരു പരിധി വരെ മാത്രം നമ്മൾ ഇടപഴകുകയും പിന്നെ നമ്മൾ വിവാഹശേഷം നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക, അങ്ങനെയാണ് നമ്മൾ തീരുമാനം കൊള്ളുക. ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് എത്രയോ ഫെയിലിയർ ആവുന്നുണ്ട് അല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് വെച്ചാൽ ഈ ഫാസ്റ്റ് ലോകത്തിൽ പെട്ടെന്നാണ് തീരുമാനങ്ങൾ എടുക്കുകയും പെട്ടെന്നാണ് വിവാഹമോചനങ്ങൾ നടക്കുന്നതൊക്കെ. ഇപ്പോൾ 10-ൽ 8 പൊരുത്തമുണ്ട് അല്ലെങ്കിൽ 10 പൊരുത്തം ശരിയായി എന്ന് പറഞ്ഞാൽ പോലും അതിൽ പൊരുത്തപ്പെടാത്ത എത്രയോ ജീവിതങ്ങളുണ്ട്. ടീച്ചറെ ചോദിക്കുകയാണ്, നമ്മൾ പ്രണയിക്കുമ്പോൾ പറഞ്ഞുവല്ലോ, നമ്മൾ ഒരുപാട് വ്യക്തികളെ കണ്ടാലും അങ്ങനെ കണ്ട് പെട്ടെന്ന് സഡനായിട്ട് ആകസ്മികമായിട്ട് ഒരാൾ ജീവിതത്തിലേക്ക് വന്നു, ഇയാൾ എൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ട ആൾ, ഇനി മുതൽ ഇയാളാണ് എൻ്റെ ജീവിതത്തിലേക്കുള്ള ആൾ എന്ന് തിരിച്ചറിയുന്ന പ്രണയത്തിൻ്റെ നിമിഷം. അതേപോലെ തന്നെ വിയോഗം ഇന്ന് ഇപ്പോൾ മുതൽ ഈ നിമിഷം മുതൽ ഫിസിക്കലി ഓർമ്മകളിലുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഇല്ല നമ്മൾ അറിയുന്ന നിമിഷം വിയോഗത്തിൻ്റെ. എങ്ങനെയാണ് ആ വാർത്തയും ടീച്ചർ ഉൾക്കൊണ്ടത് പറഞ്ഞ ജീവിതത്തിൽപ്പെട്ടെങ്കിൽ? ഈ വാർത്ത ഉൾക്കൊള്ളാൻ ഹോസ്പിറ്റലിൽ ഞാൻ നിരന്തരം ഉണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് മൂമെൻറ്റിൽ എന്നോട് ഡോക്ടർ വന്നിട്ട് മരുന്ന് വാങ്ങിച്ചു തരാൻ പറഞ്ഞു. ഇപ്പോൾ 10:30-യുടെ ഉള്ളിൽ ഞാൻ മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന്, അന്നൊരു സൺഡേ ആയിരുന്നു, ശിവരാത്രി ദിവസമാണ് പവിത്രൻ പോയത്. 10:30 മണിയുടെ ഉള്ളിൽ ഞാൻ മരുന്ന് വാങ്ങിച്ചു കൊണ്ടു കൊടുത്ത് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ എന്നെ ടീച്ചർ വരൂ ഉള്ളിലേക്ക്, സാറ് പോയിട്ടോ എന്ന് പറയണത്. ഞാൻ അവിടെ ഇരുന്ന് ഈ മരുന്ന് വാങ്ങിച്ചു തരുമ്പോഴും അവർ പറഞ്ഞത് എൻ്റെ അടുത്ത്, ഈ മരുന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ട് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലാണ് എന്നോട് വിളിച്ച് പറയുന്നത് പവിത്രൻ പോയിന്ന്. അപ്പോഴത്തെ ഒരവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആകെ നീര് വന്ന കിഡ്നി ഫെയിലിയറായി ആ സമയത്ത്. അപ്പോൾ മക്കൾ 2 പേരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈവയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ വിഷമങ്ങളൊന്നും താങ്ങാൻ പറ്റില്ല. അവൾക്കപ്പോൾ ഓക്സിജൻ കൊടുക്കേണ്ടി വരും, അവൾ വളരെ ഡൗൺ ആവും. അപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വേറെ ആണുങ്ങളില്ല, എല്ലാ റിലേറ്റീവ്സും ഒപ്പമുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ എൻ്റെ സങ്കടത്തിനെയൊക്കെ ഞാൻ കടിച്ചു പിടിച്ച് ഒതുക്കിക്കൊണ്ട്
പിന്നെ ഞാൻ പറഞ്ഞു ഒരു മോള് വരാനുണ്ട്, രണ്ടാമത്തെ മോള് വന്നിട്ടുണ്ടായിരുന്നില്ല, രണ്ടാമത്തെ മോള് വരാനുണ്ട്, ഇത് ഐസിൽ വെക്കണം, മൂത്ത മോള് വരും, അവൾക്ക് ഓക്സിജൻ റെഡിയാക്കണം. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ കരയുകയും പവിത്രൻ്റെ അടുത്ത് ഇരിക്കുകയും ഒക്കെ ചെയ്തത്. കാരണം അവിടെ അപ്പോൾ എന്നെ കൺട്രോൾ ചെയ്യാൻ വേറെ ആരുമില്ല. അപ്പോൾ സിസ്റ്റർ ഇൻ ലോസൊക്കെ വന്നാൽ അവർ നിലവിളിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നോക്കൂ ടീച്ചറിൻ്റെ ഒരു അവസ്ഥ ആലോചിക്കും, നിങ്ങൾ അവരെ സമാധാനിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ എന്താ വെച്ചാൽ പിന്നെ ഞാൻ എൻ്റെ കാര്യം അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ആലോചിച്ചു, പിന്നെ എൻ്റെ ജീവിതത്തിലുള്ള യാത്ര ഒറ്റയ്ക്കാണെന്ന്. ചിലപ്പോൾ നമ്മൾ മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ടാവും, പക്ഷേ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ചല്ലേ വെക്കൂ. അപ്പം നമ്മൾ അങ്ങനെ ആലോചിക്കും. അപ്പോൾ മോള് വന്നാൽ എങ്ങനെയാണ്, അതെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തു. പിന്നെ റൂമിൽ ചെല്ലുമ്പോഴേക്കും പത്രക്കാരും ചാനൽക്കാരും ആകെ ലഹളയായിരുന്നു. പിന്നെ നേരെ പിന്നെ എനിക്ക് പോകുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇവിടെ വരുമ്പോഴും അയൽവക്കക്കാരൊക്കെ നല്ല സ്നേഹമുള്ളവരാണ്, അവരെല്ലാം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിൽ ഏകയായി നൃത്തത്തെ പ്രണയമായി തപസ്യയായി മാറ്റി പ്രിയതമന്റെ ഓർമ്മകളുടെ കിളിക്കൂട്ടിൽ ജീവിച്ചിരിക്കുന്നു. ഇണയെ വേർപെട്ട ക്രൗഞ്ചപക്ഷികളിൽ ഒന്നിനെ പോലും. പ്രണയം മധുരം जब रात की तन्हाइया, जब रात की तन्हाइया दिल बन के धड़कती है, यादों की दरी से में चिलमन से सरकती है, जब रात की तन्हाइया. നൃത്തം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രണയവും. പ്രണയം മധുരം മധുരം മരിക്കാത്ത പ്രണയം ആർദ്രമിയോർമതൻ പടവിൽ ഞാനിരിപ്പോ, മരിക്കാത്ത പ്രണയത്തിൻ മൂകബിംബം.